ഞാനാരെ ഭയപ്പെടും എന്റെ വിശ്വാസ ജീവിതത്തിൽ, ഞാനാരെ ഭയപ്പെടും എന്റെ വിശ്വാസ ജീവിതത്തിൽ. ഭാരങ്ങളേറിടും സ്നേഹിതർ മാറിടും ജീവിത പാതകളിൽ, ഭാരങ്ങളേറിടും സ്നേഹിതർ മാറിടും ജീവിത പാതകളിൽ. യേശുവെന്റെ കൂടെയുണ്ട്, എന്റെ കോട്ടയും ശരണവുമേ. യേശുവെന്റെ കൂടെയുണ്ട്, എന്റെ കോട്ടയും ശരണവുമേ. ഒരു സൈന്യം എന്റെ നേരെ പണയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. ഒരു സൈന്യം എന്റെ നേരെ പണയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധമായ നോമ്പ് കാലത്ത് അവിടുത്തെ സന്നിധിയിലായിരിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ ഈ വിലയേറിയ സന്ദർഭത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം പറയുന്നു. കർത്താവെ, അനുതാപത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും ഈ നാളുകളിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുത്തെ വചനത്താൽ കഴുകി വെടിപ്പാക്കണമേ. വചനം പറയുവാൻ അടിയനെയും കേൾവിക്കാരായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും ഒരുപോലെ ശക്തീകരിക്കണമേ. കുറിയനക്കാരനായ ശീമോനെ പോലെ അവിചാരിതമായി ഞങ്ങളുടെ മേൽ വന്നു ചേരുന്ന ജീവിതഭാരങ്ങളെയും കുരിശുകളെയും പരാതി കൂടാതെ ഏറ്റെടുക്കുവാനും അവയിലൂടെ അങ്ങയോട് കൂടുതൽ അടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും അങ്ങേക്ക് പ്രസാദകരമായിരിക്കട്ടെ. സകല മാനവും മഹത്വവും അങ്ങേക്ക് തന്നെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ചോദിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. അല്പനേര ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം. അവർ പോകുമ്പോൾ ശീമോൻ എന്നു പേരുള്ള കുറേനക്കാരനെ കണ്ടു, അവന്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. പ്രശസ്ത അമേരിക്കൻ കലാകാരൻ ആൻഡി വോൾഹോൾ ഒരിക്കൽ പറഞ്ഞു, ഭാവിയിൽ എല്ലാവർക്കും തങ്ങളുടെ ജീവിതത്തിൽ ഒരു 15 മിനിറ്റ് പ്രശസ്തി ലഭിക്കും. ബൈബിളിലെ കുറേനക്കാരനായ ശീമോന്റെ ജീവിതത്തിലും ഇത്തരം ഒരു നിമിഷം ഉണ്ടാവുകയാണ്. യേശുവിന്റെ ക്രൂശ് യാത്രയിൽ അവിചാരിതമായി കടന്നുവരുന്ന ഒരു മനുഷ്യനാണ് ഈ കുറേനക്കാരനായ ശീമോൻ. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന്റെ സാക്ഷിയായി അദ്ദേഹം മാറുകയാണ്. 2 പാതകളുടെ സംഗമമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. മീറ്റിംഗ് ഓഫ് 2 പാത്സ്. ഒരെണ്ണം യേശു കർത്താവിന്റെ പാത, മറ്റൊന്ന് കുറേനക്കാരനായ ശീമോന്റെ പാത. പീഡനങ്ങളുടെയും 6 വിചാരണകളുടെയും ക്രൂരമായ ചമ്മട്ടിയടികളുടെയും ഒടുവിൽ യേശു തളർന്ന് ഗോൽഗോഥായിലേക്ക് യാത്ര ചെയ്യുകയാണ്. റോമൻ പടയാളികൾ യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ ശാരീരികമായി തളർന്ന യേശുവിന് കുരിശിന്റെ ഭാരം താങ്ങുവാനാകുന്നില്ല. എന്നാൽ മറുഭാഗത്ത് കുറേനക്കാരനായ ശീമോൻ പെസഹ ആചരിക്കുവാൻ യെരുശലേമിലേക്ക് വരികയാണ്. യഹൂദന്മാരുടെ ജീവിതത്തിൽ ഒരു മോട്ടോ ഉണ്ട്, നെക്സ്റ്റ് ഇയർ ഇൻ ജെറുസലേം, അഥവാ പെസഹ ആചരിക്കാൻ അടുത്ത വർഷമെങ്കിലും ഞങ്ങൾക്ക് യെരുശലേമിൽ പോകണം. അങ്ങനെ സന്തോഷത്തോടുകൂടി ഒരു തീർത്ഥാടകനായി യെരുശലേമിലേക്ക് വരുന്ന കുറേനക്കാരനായ ശീമോൻ, അയാൾ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് യേശുവിനെ ക്രൂശിക്കുവാനായി ഗോൽഗോഥായിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് അവിടെ 2 പാതകളും ഏറ്റുമുട്ടുകയാണ്. എന്നാൽ റോമൻ പടയാളികൾ കുറേനക്കാരനായ ശീമോനെ യേശുവിന്റെ ക്രൂശ് ചുമപ്പുവാൻ നിർബന്ധിക്കുന്നു. ശീമോൻ സ്വമനസ്സാലെ അല്ല വന്നത്, റോമൻ പടയാളികൾ അയാളെ നിർബന്ധിച്ചു എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. താൻ സ്വപ്നം കണ്ട പെസഹ ആഘോഷത്തിന് പകരം രക്തവും വിയർപ്പും പുരണ്ട കുരിശ് ചുമക്കുവാനാണ് കുറേനക്കാരനായ ശീമോൻ നിർബന്ധിതനായിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നാം ആഗ്രഹിക്കാത്ത രോഗങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ അല്ലെങ്കിൽ മാനസിക വിഷമങ്ങൾ എന്നീ കുരിശുകൾ നമ്മുടെ ജീവിതത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടാറുണ്ട്. ഈ സംഭവം ശീമോന്റെയും കുടുംബത്തെയും ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നു എന്ന് ചരിത്രം സൂചിപ്പിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിൽ ശീമോനെ ഇങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്, അലക്സാണ്ടറുടെയും റൂഫസിന്റെയും പിതാവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇതിന് അർത്ഥം പിൻകാലത്ത് ആദിമസഭയിൽ ഈ മക്കൾ അറിയപ്പെട്ടവരായി തീർന്നു എന്നാണ്. അവിചാരിതമായി ചുമക്കേണ്ടി വന്ന കുരിശ് ശീമോനെ യേശുവിലേക്ക് അടുപ്പിക്കുന്നു. ശീമോനെ മാത്രമല്ല, ശീമോന്റെ കുടുംബത്തെയും യേശുവിലേക്ക് അടുപ്പിക്കുന്നു. കുറേനക്കാരനായ ശീമോന്റെ ജീവിതത്തിലൂടെ ഈ നോമ്പ് കാലത്ത് നമുക്ക് ലഭിക്കുന്ന 3 ചിന്തകൾ പങ്കുവയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, യാദൃശ്ചികതകളെ നിസ്സാരമായി കാണരുത്.
യാദൃശ്ചികതകളെ നിസ്സാരമായി കാണരുത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും യാദൃശ്ചികമായി അല്ല സംഭവിക്കുന്നത്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു കരുതലുണ്ട്. നാം അവിചാരിതം എന്ന് കരുതുന്നത് ദൈവത്തിന്റെ വലിയ പദ്ധതികളുടെ ഭാഗമാകാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വലിയ ഒരു പദ്ധതിയുണ്ട്. ഈ നോമ്പുകാലത്ത് ദൈവത്തിന് നമ്മുടെ മേലുള്ള പദ്ധതി ഇല്ലായിരിക്കുന്നുവോ നാം എന്ന് ശാന്തമായി ചിന്തിക്കാം. രണ്ടാമതായി, അടിച്ച് ഏൽപ്പിക്കപ്പെടുന്ന കുരിശുകൾ ശാപമല്ല. അടിച്ചേൽപ്പിക്കപ്പെടുന്ന കുരിശുകൾ ശാപമല്ല. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഭാരം ചുമക്കേണ്ടി വരുമ്പോൾ അത് നമ്മുടെ തകർച്ചയ്ക്കല്ല, മറിച്ച് ദൈവത്തെ കണ്ടെത്തുവാനുള്ള വഴിയായി മാറിയേക്കാം എന്ന് നാം ഓർമ്മിക്കണം. പലരും തങ്ങളുടെ തകർച്ചയിലാണ് ദൈവത്തെ അടുത്ത് അറിഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പലരും യേശുവിനെ അനുഗമിച്ചത് അവൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടിട്ടാണ്. ദൈവം കടലിലൂടെ നടക്കുന്നതിലൂടെ, കാനാവിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നതിലൂടെ ഈ അത്ഭുത പ്രവൃത്തികൾ കണ്ടാണ് പലരും യേശുവിനെ അനുധാവനം ചെയ്തത്. എന്നാൽ കുറേനക്കാരനായ ശീമോനെ സംബന്ധിച്ചിടത്തോളം അവൻ യേശുക്രിസ്തുവിൻ്റെ അതിശയങ്ങൾ ഭാഗവാക്കായിരുന്നു എന്ന് ബൈബിൾ പറയുന്നില്ല. എന്നാൽ അവൻ ആദ്യമായി യേശുവിനെ കണ്ടെത്തുന്നത് ക്രൂശിന്റെ പാതയിലാണ്. നമ്മുടെ ജീവിതത്തിൽ ഏത് സന്ദർഭത്തിൽ നാം യേശുവിനെ കണ്ടെത്തിയാലും, ക്രൂശിന്റെ പാതയിലായാലും അത്ഭുതങ്ങളുടെ സമയത്തായാലും നാം അവനെ ശ്രദ്ധയോടെ പിന്തുടരേണ്ടതാണ്. മൂന്നാമതായി, മോശം അനുഭവങ്ങൾ നമ്മുടെ ഐഡന്റിറ്റി അല്ല. മോശം അനുഭവങ്ങൾ നമ്മുടെ ഐഡന്റിറ്റി അല്ല. ശീമോൻ ഒരു പീഡിപ്പിക്കപ്പെട്ടവൻ എന്നതിലുപരി ക്രിസ്തുവിന്റെ കുരിശിൽ വഹിച്ചവൻ എന്നാണ് ലോകം അറിയുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെ തന്നെയായാലും, നാം എത്ര കടഭാരങ്ങളിലൂടെ കടന്നുപോയാലും, ഏത് രോഗാവസ്ഥയിലൂടെ കടന്നുപോയാലും, നമ്മുടെ ഐഡന്റിറ്റി അല്ല ആ പ്രശ്നങ്ങളൊന്നും. ആ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മറ്റുള്ളവർക്ക് അതൊരു അനുഭവമായി തീരുവാൻ, ഒരു സാക്ഷ്യമായി തീരുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മാർട്ടിൻ ലൂതർ തന്റെ കഠിനമായ രോഗാവസ്ഥയിലും മാനസിക വിഷമത്തിലൂടെയും കടന്നു പോകുമ്പോഴാണ് ദൈവം നമ്മുടെ ബലമുള്ള കോട്ട, എ മൈറ്റി ഫോർട്രസ് ഈസ് അവർ ഗോഡ് എന്ന വിശ്വവിഖ്യാത ഗാനം രചിക്കുന്നത്. യേശുവിന്റെ കുരിശ് നമ്മുടെ ജീവിതത്തിലെ അവിചാരിതമായ സംഭവങ്ങളെ ദൈവനിയോഗമാക്കി മാറ്റുന്നു. ഇന്ന് നിങ്ങൾ ചുമക്കുന്ന ഭാരം എന്തു തന്നെയായാലും അത് നിങ്ങളെ ദൈവത്തിന്റെ വലിയ സ്നേഹത്തിലേക്കും ലക്ഷ്യത്തിലേക്കും നയിക്കാൻ പ്രാപ്തമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സാരെഫാത്തിലും കെരിത്തിലും ചൂരച്ചെടിയുടെ ചുവട്ടിലും, സാരെഫാത്തിലും കെരിത്തിലും ചൂരച്ചെടിയുടെ ചുവട്ടിലും ഏലിയാവിനെ പോറ്റിയ ദൈവമെന്നെയും പോറ്റിടും. ഏലിയാവിനെ പോറ്റിയ ദൈവമെന്നെയും പോറ്റിടും. യേശുവിന്റെ കൂടെയുണ്ട്, എന്റെ കോട്ടയും ശരണവുമേ. ഒരു സൈന്യം എന്റെ നേരെ പണയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. കരുതുമെന്നു ഞാൻ കരുതിയ ആരും വന്നില്ല കാണുവാൻ. കരുതുമെന്നു ഞാൻ കരുതിയ ആരും വന്നില്ല കാണുവാൻ. കരഞ്ഞു ഞാൻ എൻ്റെ ഭാരത്താൽ, അരികിൽ വന്നവൻ സ്നേഹത്താൽ. കരഞ്ഞു ഞാൻ എൻ്റെ ഭാരത്താൽ, അരികിൽ വന്നവൻ സ്നേഹത്താൽ. യേശുവിന്റെ കൂടെയുണ്ട്, എന്റെ കോട്ടയും ശരണവുമേ. ഒരു സൈന്യം എന്റെ നേരെ പണയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല.
നാളെയോർത്ത് ഭാരമോ നാളുകൾ ഏറെ ഇല്ലിനി. നാളെയോർത്ത് ഭാരമോ നാളുകൾ ഏറെ ഇല്ലിനി. കാഹളധ്വനി കേൾക്കുവാൻ കാലമില്ലിനി കാത്തിടാം. കാഹളധ്വനി കേൾക്കുവാൻ കാലമില്ലിനി കാത്തിടാം. യേശുവിന്റെ കൂടെയുണ്ട്, എന്റെ കോട്ടയും ശരണവുമേ. ഒരു സൈന്യം എന്റെ നേരെ പടയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. ഞാൻ ആരെ ഭയപ്പെടും? എന്റെ വിശ്വാസ ജീവിതത്തിൽ ഭാരങ്ങളേറിടും സ്നേഹിതർ മാറിടും ജീവിത പാതകളിൽ. യേശുവിന്റെ കൂടെയുണ്ട്, എന്റെ കോട്ടയും ശരണവുമേ. ഒരു സൈന്യം എന്റെ നേരെ പടയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല.